ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് കേട്ടോ. നമ്മുടെ ക്യാരറ്റും അച്ചിങ്ങയും മുട്ടയും എല്ലാം ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന തോരനാണ്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഒരുപാട് എരിവൊന്നും ചേർത്തിട്ടല്ല ഈ ഒരു തോരൻ ഉണ്ടാക്കുന്നത്. എരിവ് ചേർത്തിട്ടല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് എരിവുണ്ട്. അത് പച്ചമുളകിൻ്റെ എരിവാണ്. മുളക് പൊടിയൊന്നും അധികം ചേർക്കുന്നില്ല, വളരെ ചെറിയ അളവിലേ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മുട്ട മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിരുന്നു. മുട്ടയും കോവയ്ക്കയും ചേർത്തിട്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിരുന്നു. കുറേ പേര് അത് ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ മുട്ടയിലേക്ക് ഉപ്പ് ചേർക്കുന്ന കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതിലപ്പോൾ ഏത് സ്റ്റേജിലാണ് ഉപ്പ് ചേർക്കുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിലാണെങ്കിലും ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് മുട്ടയിൽ ഉപ്പ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർത്തിട്ട് തന്നെ ആ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഈ ഒരു തോരനാണെങ്കിലും ഉപ്പ് ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കുക. മുട്ടയ്ക്ക് ഉപ്പ് വന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു അച്ചിങ്ങ ക്യാരറ്റ് മുട്ട തോരൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ അച്ചിങ്ങ അല്ലെങ്കിൽ പയർ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സവോള എടുത്തിട്ടുണ്ട്. സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 3 മുട്ടയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് വേവിക്കാനേ ഉള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടല്ല വേവിക്കുന്നത്, വെള്ളം തളിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് വെള്ളം തളിച്ചു കൊടുത്തിട്ട് വേവിക്കുന്നത്. അപ്പോൾ ഇതിലും ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങ ചിരവിയതാണ്. പിന്നെ വേണ്ടത് കുറച്ച് പൊടികളൊക്കെയാണ്. അത് ചേർക്കുമ്പോൾ പറയാം കേട്ടോ എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ തോരൻ റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കടുക് മതി. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് ഞാനൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. കടുക് പൊട്ടിയിട്ട് എല്ലാ സ്ഥലത്തും തെറിക്കുന്നുണ്ട്. അതുകൊണ്ട് അടച്ചു വെച്ച് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് ഒരുപാട് എരിവായിട്ട് മുളക് പൊടി ചേർക്കുന്നില്ല, ചെറിയൊരളവിലെ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കിനി നമ്മുടെ ഈ ലിഡ് അങ്ങ് മാറ്റാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ എല്ലാ കുക്കിങ്ങിലും കാണാറുണ്ട്, ഞാൻ കടുകിട്ട് കഴിയുമ്പോൾ ഇവിടെയൊക്കെ കടുക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ അടച്ചു വെച്ചത് കേട്ടോ. നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്താണ് ചേർക്കുന്നത്. പച്ചമുളക് എടുത്ത് മാറ്റാൻ എളുപ്പത്തിനാണ് നമ്മൾ ഇതുപോലെ വലിയതായിട്ട് കട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അച്ചിങ്ങയുടെ കൂടെ നമ്മുടെ പച്ചമുളകും കൂടി കിടക്കുമ്പോൾ ഏതാണ് അച്ചിങ്ങ ഏതാണ് പച്ചമുളക് എന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അച്ചിങ്ങയെന്നും പയറെന്നും പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ അച്ചിങ്ങ എന്ന് പറയുമ്പോൾ കമൻസ് വരാറുണ്ട്, പയറെന്ന് പറയൂ, ഞങ്ങളുടെ ഇവിടെയൊക്കെ പയറെന്നാണ് പറയാറുള്ളതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ അച്ചിങ്ങ എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു ശീലത്തിൽ പറഞ്ഞു പോയത്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റിന് കുറച്ച് വേവ് കൂടുതലാണല്ലോ. അപ്പോൾ നമുക്കൊന്ന് ക്യാരറ്റ് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം എത്ര വേണം എന്നുള്ളത്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കരുത്. ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ വേവാൻ സമയമെടുക്കും. അപ്പോൾ നമ്മളൊന്ന് ഹാഫ് കുക്കായി കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അച്ചിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അച്ചിങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അച്ചിങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴഞ്ഞ് വേവണത് പോലെ, കുഴയുന്ന അത്രയും അല്ല, കുഴഞ്ഞ് വേവുന്നതിൻ്റെ അടുത്തുള്ള അത്രയും വേവണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കുഴഞ്ഞ് വേവണ്ട, വെറുതെ പച്ചയ്ക്ക് കടിക്കുന്നത് ആ ഒരു ചെറിയ പച്ചപ്പ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വെള്ളം തളിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ വേണം വേവ് എന്നുള്ളതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വേവിച്ച് പകുതി ആയി കഴിയുമ്പോഴാണ് നമ്മളിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കുന്നത്. ഇതിനി ഒന്ന് വെന്ത് വരട്ടെ.
ഇപ്പോൾ നമ്മൾ ഈ അച്ചിങ്ങയിലേക്ക് ഒഴിച്ചിരുന്ന വെള്ളം വറ്റി അച്ചിങ്ങ കുക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും വേഗം അച്ചിങ്ങ ക്യാരറ്റും കുക്കായി കിട്ടും. ഇല്ലെങ്കിൽ കുക്കാവാൻ സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പകുതി വേവാകുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ കോവയ്ക്ക മെഴുക്കുരുട്ടി ഉണ്ടാക്കിയല്ലോ, കോവയ്ക്ക മുട്ടയും ചേർത്തിട്ട്. ആ മെഴുക്കുരുട്ടിയിൽ ഞാൻ പറഞ്ഞിരുന്നു അച്ഛനും അമ്മയും മുട്ട കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് 2 പേർക്കുള്ളതെടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ എടുത്ത് മാറ്റി വയ്ക്കാൻ പോവാണ്. അന്ന് മാറ്റി വെച്ചതുപോലെ തന്നെ. പെട്ടെന്ന് അളവ് കുറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാതിരിക്കാനാണ് ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മാറ്റി വയ്ക്കാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കട്ടെ. അതിനുശേഷം നമുക്ക് എരിവൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ. പച്ചമുളകിൻ്റെ എരിവ് കുറവാണോ കൂടുതലാണോ എന്ന് എനിക്കറിയില്ല. ഞാനതൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം മുട്ടയും കോവയ്ക്കയും മെഴുക്കുവരട്ടി ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആരും കമൻറ്റ് ചെയ്തില്ലായിരുന്നു കേട്ടോ. ഞാൻ അതിൽ ഉപ്പ് ചേർക്കുന്ന കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഉപ്പ് ചേർക്കണം. ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. ആദ്യം എരിവ് ചെക്ക് ചെയ്യുക. എരിവ് ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ എരിവ് ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. എരിവ് കുറവാണ്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഈ മുളക് പൊടിയൊക്കെ ഒന്ന് കുക്കായി വരാനായിട്ടാണ് നമ്മൾ അടച്ചു വയ്ക്കുന്നത്. മുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളക് തന്നെ ചേർത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കുന്നുള്ള ഒരു കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം, എല്ലാം ഒരുമിച്ചാക്കിയിട്ട്. ഇനി നമുക്ക് മുട്ടയിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും അല്ലെങ്കിൽ മുളക് പൊടി നമ്മൾ ഏതാണോ ചേർക്കുന്നത്, ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഉപ്പും മുളക് പൊടിയും ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടാണ് മുട്ട ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുരുമുളക് പൊടിയാണെങ്കിൽ കുരുമുളക് പൊടി അല്ലെങ്കിൽ മുളക് പൊടി, ഉപ്പ് ചേർത്ത് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ബൗളിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചെടുക്കാം. ഇതിവിടെ ഇരുന്ന് വേവട്ടെ. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുളക് പൊടിയുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നോളും. അപ്പോൾ നമ്മൾ മുളക് പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആയി. ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. മുളക് പൊടിയുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നടുക്കൊരു സ്പേസ് ഉണ്ടാക്കുക. ഇതുപോലെ നമ്മൾ ക്യാരറ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് കുക്കായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നടുക്കൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഈ ഭാഗത്തേക്ക് വേണം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉപ്പും മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ മുട്ടയ്ക്ക് സെപ്പറേറ്റ് ഉപ്പ് ചേർത്തില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അന്നത് പറയാൻ വിട്ടുപോയി, ഉപ്പ് ചേർക്കുന്നത് കാണിക്കാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മുട്ടയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ക്യാരറ്റ് ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പച്ചമുളക് ഇതിൻ്റെ കൂടെ ചേർക്കാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ പച്ചമുളക് ചേർത്താലും മതി. പക്ഷേ ക്യാരറ്റിൻ്റെ മധുരം നമുക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ പച്ചമുളക് ചേർത്ത് വേവിക്കുന്നത്. അപ്പോൾ ഇത്രയും അച്ചിങ്ങ വേവണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം തെളിച്ച് കൊടുക്കുക കേട്ടോ. ഇത്രയും അച്ചിങ്ങ വെന്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ടേസ്റ്റ് കുറവായിരിക്കും. അച്ചിങ്ങയൊക്കെ ആ കടിക്കുമ്പോൾ ഒരു പച്ച ചുവ വരികയാണെങ്കിൽ അത്ര ടേസ്റ്റ് വരില്ല നമ്മുടെ തോരനൊന്നും. അപ്പോൾ നമ്മുടെ മുട്ടയൊന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ട വല്ലാതെ കുഴഞ്ഞു പോകുന്നതിനേക്കാൾ നല്ലത് മുട്ടയുടെ പീസുകൾ നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നടുഭാഗത്ത് വേവിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 പാത്രം കഴുകണം. ഇതാകുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ തേങ്ങ ചേർക്കരുത് തോരനാക്കുമ്പോൾ. കുറച്ച് കഴിഞ്ഞിട്ട് ഈ മുട്ടയൊന്ന് കുക്കായി വന്നു കഴിഞ്ഞിട്ട് തോരനാക്കുമ്പോൾ തേങ്ങ ചേർക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ മുട്ടയും തേങ്ങയും ചേർന്ന് വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പിയൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണേ. കുക്കിംഗ് താല്പര്യമുള്ളവർക്ക് മാത്രം ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ കുക്കിംഗ് താല്പര്യമില്ലാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസിപ്പിയൊക്കെ ഇഷ്ടമാവുന്നില്ലെങ്കിൽ പിന്നെ അത് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുക്കിംഗ് താല്പര്യമുള്ളവർക്ക് എന്ന് എടുത്തു പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ.
നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ട്. നമുക്കിനി ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മുട്ട വേറെ സ്ക്രാമ്പിൾ ചെയ്ത് ചേർക്കുകയാണെങ്കിൽ കാണാൻ കൂടുതൽ ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതിനത്ര ടേസ്റ്റ് അങ്ങനെ മുട്ടയുടെ പിടിച്ചു വരില്ല. മുട്ടയുടെ ടേസ്റ്റും കൂടെ പിടിച്ചു വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് നല്ലത്. ഈ തോരൻ്റെ മിക്സിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് നല്ലത്. ഇങ്ങനെയും നമുക്ക് കഴിക്കാം. ഇതാകുമ്പോൾ ഈ മുട്ടയുടെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ തേങ്ങയുടേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ കഴിക്കുക. ഈ രീതിയിലൊന്ന് വെള്ളം ഡ്രൈ ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്റ്റേജും കൂടി ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കറിവേപ്പിലയൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. പിന്നെ നമ്മൾ ചേർക്കുന്നത് തേങ്ങ ചിരവിയതാണ്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചില ആളുകൾക്ക് കൂടുതൽ തേങ്ങ ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് കുറവ് തേങ്ങ ഇഷ്ടമായിരിക്കും. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. ആദ്യം കുറച്ച് ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ മുഴുവൻ അച്ചിങ്ങയും ക്യാരറ്റും എടുത്തില്ലല്ലോ, കുറച്ചല്ലേ എടുത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് എന്ന് പറഞ്ഞ് ഇത്രയും ചേർത്ത് നിർത്തിയത്. കൂടുതൽ ഞാൻ ആദ്യം എടുത്ത മുഴുവൻ ക്യാരറ്റും തേങ്ങയും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം എടുത്ത മുഴുവൻ ക്യാരറ്റ് അച്ചിങ്ങ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വരെ തേങ്ങ ചേർക്കാം കേട്ടോ നമുക്ക്. ഇനി ഇതും കൂടി ചേർത്ത് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ആ തേങ്ങയിലേക്കും ഉപ്പും എരിവും എല്ലാം ഒന്ന് പിടിച്ചു വരണമല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ട് എല്ലാം ഒരുമിച്ചാക്കി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ തേങ്ങ ചേർത്ത് അച്ചിങ്ങയും ക്യാരറ്റും ഒക്കെ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയി. നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാവർക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് കേട്ടോ. നിങ്ങളിതുപോലെ തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ജീരകമൊന്നും ചേർക്കണ്ട. എന്താണെന്ന് വെച്ചാൽ മുട്ട ചേർത്തതുകൊണ്ടാണ് ഞാൻ ജീരകം ചേർക്കാതിരുന്നത്. ജീരകത്തിൻ്റെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീരകം ചേർക്കാം. ഇനി ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. ഇനി മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടി കുക്കായി വരില്ല. കുരുമുളക് പൊടി ആണെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ പച്ചമുളക് അല്ലെങ്കിൽ കുരുമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എരിവൊക്കെ കറക്റ്റാണോ എന്നുള്ളത്. എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി ഞാൻ കുരുമുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല. ഉപ്പും ആവശ്യത്തിനുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ തോരൻ്റെ പരിപാടി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ നമ്മൾ ക്യാരറ്റ് ചേർത്തിട്ട് റെസിപ്പികൾ ചെയ്യുമ്പോൾ പച്ചമുളക് ചേർത്ത് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാരറ്റിൻ്റെ മധുരം അത്രയ്ക്ക് അങ്ങോട്ട് തോന്നാതെ ആവശ്യത്തിന് എരിവോടുകൂടി കിട്ടും. അപ്പോൾ നിങ്ങൾ ക്യാരറ്റ് മെഴുക്കുവരട്ടി ആണെങ്കിലും ബീട്രൂട്ട് മെഴുക്കുവരട്ടി ആണെങ്കിലും മധുരമുള്ള കാര്യങ്ങൾ ചേർത്തിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ 2 പച്ചമുളകും കൂടി ചേർത്തിട്ട് വേവിച്ചോളൂ. ഒട്ടും തന്നെ മധുരം നമുക്ക് ഫീൽ ചെയ്യില്ല. ആ എരിവൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കും. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു തോരൻ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും കഞ്ഞിയുടെ കൂടെ കഴിക്കാനും ഒക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഏതിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്, ചോറിൻ്റെ കൂടെയാണോ കഞ്ഞിയുടെ കൂടെയാണോ എന്നുള്ളത് പറയുക. പിന്നെ ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ചേർത്തിട്ട് കഴിക്കാം കേട്ടോ. നല്ല ചൂട് ചോറും ഈ ഒരു തോരനും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാം. വേറെ കറികളൊന്നും തന്നെ വേണമെന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.